ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എപ്പോഴും മാനുഷിക കണക്കുകൂട്ടലുകൾക്കും ചിന്തകൾക്കും മുകളിലായിട്ടുള്ളതാണ്. പലപ്പോഴും നാം വിചാരിക്കുന്ന നിലവാരത്തിലല്ല ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നത്. 1 ശമൂവേൽ 17:47 യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ തക്കവണ്ണം യുദ്ധം യഹോവയ്ക്കുള്ളത്. അതെ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും നാം തരണം ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം ദൈവസാന്നിധ്യവും ദൈവത്തിൻ്റെ കരുതലുമാണ്. മനുഷ്യരാകുന്ന നാം പലപ്പോഴും ചിന്തിക്കും ദൈവം നമുക്ക് വേണ്ടി മാനുഷിക ആലോചന പ്രകാരം ചിന്തപ്രകാരം ഒക്കെ പ്രവർത്തിക്കുമെന്ന്. എന്നാൽ ഈ വാചകം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാനിടവരും. മാത്രമല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ആ വാചകം നാം ശ്രദ്ധിച്ച് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം നമ്മെപ്പോലെയല്ല. ദൈവം സർവശക്തനാണ്. ദൈവം സർവത്തിൻ്റെയും സൃഷ്ടാവാണ്. ദൈവത്തിന് നിയന്ത്രിപ്പാനും അസാധ്യമായതുമായ ഒന്നുമില്ല. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാൽ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവവചനം ഇങ്ങനെ പറയുന്നു: ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ ബലഹീനനു വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്നൊരു പക്ഷേ നമ്മൾ ബലഹീനരായിരിക്കാം, അശക്തരായിരിക്കാം, ജീവിതത്തിൽ ചെറിയവരും നിർണായകങ്ങളാകുന്ന പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നവരുമായിരിക്കാം. എന്നാൽ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യത്തിലും ദൈവം നമ്മോട് കൂടെയിരുന്ന് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ആവർത്തന പുസ്തകം 28:14 യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയുമില്ല. അതെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുമ്പോൾ നാം ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. അതുകൊണ്ട് ദൈവം തരുന്ന ആയുസ് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നമുക്ക് ദൈവം ഹിതപ്രകാരം സമർപ്പിച്ച് മുൻപോട്ട് പോകാം. കാരണം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വഴികൾ അഗോചരവും അപ്രമേയവുമാണ്. മാത്രമല്ല, ദൈവവചനം ഇങ്ങനെ പറയുന്നു: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവിക പ്ലാനുകളും പദ്ധതികളും നമുക്ക് മേലെ ഉള്ളത് വലുത് എന്ന് മറക്കാതെ ദൈവസന്നിധിയിൽ തിരിച്ചറിയാം.